കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അപവാദങ്ങൾക്ക് പകരം വാക്കുകൾ അളന്നുപയോഗിക്കുക. നോമ്പുകാല സന്ദേശത്തിൽ മാർപ്പാപ്പ. കുട്ടികളുടെ ആഗോള ദിനാചരണത്തിനു വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കമ്മിറ്റി ലിയോ 14 പാപ്പ പിരിച്ചുവിട്ടു. സംഘർഷം. ക്യൂബയിലെ മെത്രാൻമാരുടെ ആംതലിമ മാറ്റിവെച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള സമരമാർഗങ്ങളെ സീറോ മലബാർ സഭ അപലപിച്ചു. പുതുതായി കണ്ടെത്തിയ സസ്യവർഗത്തിന് പരേതനായ ഫാദർ ജോസഫ് പൈകട CMIയുടെ പേര്. വാർത്തകൾ വിശദമായി. അപവാദങ്ങൾക്ക് പകരം വാക്കുകൾ അളന്നുപയോഗിക്കുക. നോമ്പുകാല സന്ദേശത്തിൽ മാർപ്പാപ്പ. അയൽക്കാരനെ ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഉപേക്ഷിക്കണമെന്നും കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ജോലിസ്ഥലത്തും സമൂഹ മാധ്യമങ്ങളിലും അപവാദങ്ങൾക്കു പകരം വാക്കുകൾ അളന്നുപയോഗിക്കണമെന്നും ലിയോ 14 പാപ്പ. ദയാപൂർവമായ പെരുമാറ്റം എല്ലാവരും വളർത്തിയെടുക്കുകയും വേണം. നോമ്പുകാല സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തിരുവചനത്തിന് ചെവി കൊടുത്തും ആത്മാവിന്റെ പ്രചോദനങ്ങളെ സ്വീകരിച്ചും നോമ്പുകാലം ഫലദായമാക്കണം. ശ്രവിക്കുക, ഉപവാസം അനുഷ്ഠിക്കുക, കൂട്ടായ്മയിൽ ജീവിക്കുക എന്നിവയാണ് നോമ്പുകാല ചൈതന്യമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കുട്ടികളുടെ ആഗോള ദിനാചരണത്തിനു വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കമ്മിറ്റി ലിയോ 14 പാപ്പ പിരിച്ചുവിട്ടു. കുട്ടികളുടെ ആഗോള ദിനാചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി 2024 നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ച പൊന്തിഫിക്കൽ കമ്മിറ്റി ലിയോ 14 പാപ്പ പിരിച്ചുവിട്ടു. കുട്ടികളുടെ ആഗോള ദിനാചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി മുതൽ അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ കീഴിലായിരിക്കും. പൊന്തിഫിക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടുവെങ്കിലും സെപ്റ്റംബർ 25 മുതൽ 27 വരെ തീയതികളിലായി നടത്താനിരുന്ന കുട്ടികളുടെ ആഗോള ദിനത്തിന് മാറ്റമുണ്ടാവില്ലെന്നും വത്തിക്കാൻ അറിയിച്ചു. സംഘർഷം. ക്യൂബയിലെ മെത്രാൻമാരുടെ ആംതലിമ മാറ്റിവെച്ചു. ക്യൂബയിലെ സംഘർഷാവസ്ഥ കൂടുതൽ മോശമായി തുടരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദത്തെ തുടർന്ന് മെത്രാൻമാർ മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന ആംതലിമ പരിപാടി മാറ്റിവെച്ചു. ഫെബ്രുവരി 16 മുതൽ 20 വരെ തീയതികളിലാണ് ആംതലിമ സന്ദർശനം നിശ്ചയിച്ചിരുന്നത്. സെക്രട്ടേറിയറ്റ് ഓഫ് ദി കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് പുറത്തിറക്കിയ പ്രസ് റിലീസിലാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ തീയതി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല. മെത്രാൻമാർ 5 വർഷത്തിലൊരിക്കൽ മാർപ്പാപ്പയെ സന്ദർശിക്കുന്നതിനെയാണ് ആംതലിമ എന്ന് പറയുന്നത്. കമ്മ്യൂണിയൻ, ഹോപ്പ്, മിഷൻ എന്നിവയാണ് ഈ സന്ദർശനത്തിന്റെ കേന്ദ്ര പ്രമേയം. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള സമരമാർഗങ്ങളെ സീറോ മലബാർ സഭ അപലപിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ അതിരൂപതയുടെ സാധാരണ ഭരണനിർവഹണം നടത്തുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെതിരെ നടത്തുന്ന സമരമാർഗങ്ങൾ ക്രൈസ്തവ സ്നേഹത്തിന്റെ പരിധികൾ ലംഘിക്കുന്നവയാണെന്ന് സീറോ മലബാർ സഭ PRO ഫാദർ ടോം ഓലിക്കരോട്ട് പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. പരിശുദ്ധ പിതാവും സിനഡും പറഞ്ഞതിനെതിരെയാണ് അഭിവന്ദ്യ പാംപ്ലാനി പിതാവ് പ്രവർത്തിക്കുന്നതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സഭയെയും സഭാതലവനെയും സഭയിലെ പിതാക്കന്മാരെയും നിരന്തരം ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ചെയ്യുന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണെന്നും ക്രൈസ്തവമല്ലാത്ത സമരമാർഗങ്ങൾ വെടിഞ്ഞ് അനുരഞ്ജനത്തിന്റെയും അനുസരണത്തിന്റെയും അർത്ഥപൂർണമായ ചർച്ചയുടെയും മാർഗത്തിലേക്ക് എല്ലാവരെയും കടന്നു വരണമെന്നും സഭാ സംവിധാനങ്ങളെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. പുതുതായി കണ്ടെത്തിയ സസ്യവർഗത്തിന് പരേതനായ ഫാദർ ജോസഫ് പൈകട CMIയുടെ പേര്. ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പുതിയ സസ്യവർഗത്തിന് പരേതനായ ഫാദർ ജോസഫ് പൈകട CMIയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേര് നൽകി. ട്രൈറ്റേനിയം പൈകഡെ എന്നാണ് പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പുൽമേടുകളിൽ നിന്ന് കണ്ടെത്തിയ ഈ സസ്യവർഗത്തിന് പേര് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും മാനേജറുമായിരുന്നു ഫാദർ ജോസഫ് പൈകഡെ CMI. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി ഇനി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.